ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വപ്നങ്ങളെ വിൽക്കുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. അനുപം സാർ, താങ്കൾ എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണിക്കുന്നു. പക്ഷേ താങ്കളുടെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ താങ്കളൊരു ഫെയിലിയറായ കടയാണെന്ന് പറയാം. അതെ, താങ്കളുടെ ആ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ശരിക്കും വന്നില്ല, സ്പോർട്സിൽ ശരിക്കും തിളങ്ങാൻ പറ്റിയില്ല, മോഹമാണെങ്കിൽ ഹീറോയുടെ അല്ല. രജിത് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ കോളേജ് വരെ 38% മേലെ ഞാൻ മാർക്ക് വാങ്ങിച്ചിട്ടേ ഇല്ല. ശരി, ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യൂവേഴ്സിനൊപ്പം ചേർന്ന് ഒരു ചെറിയ ഗെയിം കളിക്കാൻ പോവാം. ഇവിടെ ഇരിക്കുന്നതിൽ 60% മേലെ മാർക്ക് വാങ്ങിച്ചവരാരാണെന്ന് പറയൂ. ഓൾമോസ്റ്റ് 100. ശരി, 70% മേലെ? 80% എത്ര പേരാ? എന്നിട്ടും നിങ്ങൾ വ്യൂവേഴ്സ് ആയിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കാം. ഞാൻ പഠിത്തത്തിൽ വളരെ വീക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ റിപ്പോർട്ട് കാർഡ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്ന് സൈൻ വാങ്ങിച്ച്, നിങ്ങളും സൈൻ വാങ്ങാറില്ലേ? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ധൃതിയിലിരിക്കുമ്പോൾ പ്രോഗ്രസ് കാർഡ് കാണിച്ച് സൈൻ വാങ്ങിക്കും. ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ അന്ന് 9th സ്റ്റാൻഡേർഡിലാണ്. അന്ന് അദ്ദേഹം തിരക്കിട്ട് പുറപ്പെടുകയായിരുന്നു. അപ്പൊ സ്റ്റോർ റൂമിന്റെ താക്കോല് മറന്നു വെച്ചു. അന്ന് റിപ്പോർട്ട് കാർഡ് നോക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു. അല്ല മോനെ, നിന്റെ ക്ലാസ്സിൽ നീ 59th ആണോ? ശരി, സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു 59 എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അദ്ദേഹം വഴക്ക് പറയും, എന്തെങ്കിലും പറയൂന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട് മോനെ, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നവരെ നോക്കിയാൽ അത് കളിയിലായാലും പഠിത്തത്തിലായാലും താൻ ഫസ്റ്റ് വരണമെന്ന ടെൻഷൻ എപ്പോഴും കാണും. ഒരുപക്ഷെ അവർ സെക്കൻഡ് ആയിട്ട് വന്നാൽ ഫെയിൽ ആയിപ്പോയി എന്നവർക്ക് തോന്നും. പക്ഷെ 59ൽ വരുന്നവര് ഒരുപക്ഷെ അവർക്ക് 48-ലെത്താം, 36-ലെത്താം, 24-ലെത്താം. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത പ്രാവശ്യം 48th റാങ്ക് വാങ്ങ്. പിന്നെ അദ്ദേഹം ഒരു അടിപൊളി വാക്ക് പറഞ്ഞു, ഓർമ്മ വെച്ചോ, ഫെയിലിയർ ഈസ് എൻ ഇവന്റ്, നോട്ട് എ പേഴ്സൺ. ഇവന്റ് ആണ് ഫെയിൽ ആവുക, മനുഷ്യൻ ഫെയിൽ ആവില്ല. എനിക്ക് കളിയൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആവില്ല. ഇൻഫാക്ട് ഒരു ദിവസം ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഓടി വരികയായിരുന്നു. അപ്പൊ എൻ്റെ PT ടീച്ചർ എന്നോട് പറഞ്ഞു, നീ അവിടെ നിന്നോ, നീ ഓടി വന്നാലും സെക്കൻഡ് ആയിട്ടേ വരുള്ളൂ. ഞാൻ പാവപ്പെട്ട കുടുംബത്തിലുള്ളവനാണ്. പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാം, ജീവിതം എന്തെങ്കിലും നന്നാവും എന്ന്. ഞങ്ങൾ ഒരു ചെറിയ റൂമിൽ 14 പേരുണ്ടായിരുന്നു. ഐ തിങ്ക് ഈ ബോക്സിൽ അവിടെ മുതൽ ഇതുവരെ ഒരു റൂമോ ഒരു വരാൻഡ, ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. അതിൽ 14 പേർ. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചു, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്ന്. അദ്ദേഹം നല്ലൊരു വാക്ക് പറഞ്ഞു, ദേ നോക്ക് മോനെ, ഒരാൾ പാവപ്പെട്ടവനാണെങ്കിൽ അവന് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം സന്തോഷമാണെന്ന്. അപ്പൊ എൻ്റെ മനസ്സിന്ന് ആ പേടി അങ്ങ് വിട്ടുമാറി. ഞങ്ങളുടെ നാട്ടിൽ 4 സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിലൊന്ന് സായി സിനിമ, റീഗൽ സിനിമ, ഹോളി സിനിമ, പിന്നെ റെഡ് സിനിമ. സിംലയിൽ? അതെ, ഷിംലെ. ഈ ഷായ് തിയേറ്ററിൽ 4 പൈസക്ക് ടിക്കറ്റ് കിട്ടും. അതായിരുന്നു ഏറ്റവും കുറവ്. അവിടെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ അപ്പൊ എനിക്ക് തോന്നും, അതായത് ഈ ലോകം ഒരു മാന്ത്രിക ലോകമാണ്. അതാണ് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ സ്വപ്ന ലോകത്തേക്ക്. പക്ഷേ സ്വപ്നം കാണുന്നതിന്, അതായത് സിനിമകൾ കാണുന്നതിന് സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? താങ്കൾ ഏത് മുഖത്തോടു കൂടിയാണ് മുംബൈയിലേക്ക് പോയതെന്ന് ഞാൻ എല്ലാവരും കാണിക്കണ്ടേ? അത് നമുക്ക് നോക്കാം. ഇത് 1981 എടുത്ത ഫോട്ടോയാണ്. ഇപ്പൊ പറയും, അങ്ങനെ ഒരു മുഖത്തോടുകൂടി, അങ്ങനെ ഒരു ബോഡിയോടുകൂടി ആക്ടർ ആവാൻ വേണ്ടി പുറപ്പെട്ട് ഇറങ്ങിയതാ. ആ ഫോട്ടോയിൽ എന്നെ കാണാൻ കള്ളന് പോലുണ്ട്. എന്തോ കട്ടിട്ട് രക്ഷപ്പെട്ട് ഓടുന്ന പോലെയുണ്ട്. എന്നെ കാണാൻ നന്നായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു മനുഷ്യൻ നന്നായിട്ടില്ലെന്ന് അവന് ഒരിക്കലും തോന്നില്ല. കാരണം ഒരു മാതാവ് പറയൂ, എന്റെ മോനെ, പൊന്നെ, ചക്കരയെന്ന്, നീ സുന്ദരനാണെന്ന്, അല്ലേ? സോ രണ്ടാമത്തെ കാര്യം, ഞാൻ ട്രെയിനായിട്ടാണ് ആക്ടറായത്. ഞാൻ 4 വർഷം ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിൽ എന്താ പറയാന്ന് വെച്ചാൽ, നിങ്ങളൊരു നല്ല ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. പിന്നെ ഒരു കാര്യം, അതായത് ഇത് ഡിഗ്നിഫൈഡ് ആയിട്ട് ബോൾഡ് ലുക്കായിട്ട് കാണുന്നു. ഇത് ബോൾഡ് ലുക്കല്ല, ഷേവ്ഡ് ലുക്കാണ്. പിന്നെ നമ്മുടെ മുടി കുറേശ്ശെയായിട്ട് കൊഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കല്ലേ സാർ, ആദ്യം ഈ ഭാഗത്ത് കൊഴിയും. ആ അവസ്ഥയിൽ ഞാൻ ഡ്രാമ സ്കൂളിൽ നിന്നും ഗോൾഡ് മെഡൽ നേടി
ഞാനിപ്പോൾ ഗോൾഡ് മെഡലിസ്റ്റാ. 3 ജൂൺ 1981 ബോംബെയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് മെഡലുണ്ട്, എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ജോലി അന്വേഷിച്ച് പോകുന്നിടത്തുള്ളവർ എന്നോട് പറയും, നിങ്ങൾക്ക് മുടിയില്ലല്ലോ, പിന്നെ എങ്ങനെ ജോലി തരുമെന്ന്. നിങ്ങൾ ഗോൾഡ് മെഡലിസ്റ്റാണ്, NFDC എന്നാണ് വന്നിരിക്കുന്നത്, NTPC, NST എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷേ പ്രയാസം തോന്നും. ചിലർ പറയും നിങ്ങൾ റൈറ്റർ ആയിക്കോളൂ എന്ന്, നിങ്ങൾ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് മുടിയില്ലല്ലോ എന്ന്. മുടിയായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഗോൾഡ് മെഡൽ കാണിച്ചപ്പോഴും അവർ മുടിയിലോട്ടാ നോക്കിയേ. കറക്റ്റ്, സത്യം. മുടി വളർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെയാണോ? ഞാനൊരു മൂലിക തൈരിൽ മുക്കി ഭൂമിയിൽ കുഴിച്ചിട്ടു. പിന്നെ മറ്റൊരു കാര്യം ട്രൈ ചെയ്തു. എന്നോട് ഒരാൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ സുസു എടുത്ത് നിങ്ങൾ തലയിൽ തേക്കും. അത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ ജുഹു ബീച്ചിലേക്ക് പോകും. എനിക്കറിയില്ലായിരുന്നു ഒട്ടകം മൂത്രം ഒഴിക്കാൻ 2-3 ദിവസം ആകും. ഇത് സത്യമാണ്, ഇതിൽ വെച്ച് കേട്ടൊന്നുമില്ല. ഞാൻ ഓരോ പ്രാവശ്യവും ഒട്ടകത്തിന്റെ പുറകെ പോകും, ഒരു പ്ലാസ്റ്റിക് കപ്പും പിടിച്ചോണ്ട്. അതുപോലെ ഒട്ടകം മൂത്രമൊഴിച്ചാൽ അത് അരുവി പോലെ ആയിരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ടിബറ്റൻ മരുന്ന് ഉപയോഗിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇത്രയൊക്കെ ചെയ്ത ശേഷവും എനിക്ക് മുടിയില്ല എന്ന കാരണം കൊണ്ട് ബഡ്സാറിൽ നിന്നും എനിക്ക് സാരാൻസ് കിട്ടി. അതായത് നടക്കാത്തത് ഒരു ദിവസം തീർച്ചയായിട്ടും നടക്കും. ഞാൻ കേട്ടിരുന്നു താങ്കൾ ഓഡിഷന് പോകുന്ന സമയത്ത് താങ്കൾ തന്റെ ചിറ്റപ്പനെ പോലെ അഭിനയിച്ച് കാണിക്കും, പക്ഷെ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഫെയിൽ ആയ ഒരു വ്യക്തിയാണ്. എന്റെ ചെറിയച്ഛൻ ദ്വാരകനാഥ്, അദ്ദേഹം 8ാം ക്ലാസ്സിൽ 7 പ്രാവശ്യം തോറ്റ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ 9ാം ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പൽ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരുത്തി. അതെങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ ഇദ്ദേഹത്തെ അങ്കിൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇൻഫാക്ട് ഈ കാര്യം DDL സിനിമയിൽ ഒരു സീനുണ്ട്. അതിൽ ഞാൻ ഷാരൂഖ് ഖാനോട് പറയും, ദേ നോക്കൂ, ഞങ്ങളെല്ലാം ഇന്ത്യയിൽ ഫെയിലായി, നീ ലണ്ടനിൽ ഫെയിലായി കാണിച്ചു എന്ന്. ഞാൻ ലണ്ടനിൽ സെറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ വെച്ചിരുന്നു. ഞാൻ ചോദിച്ചു, SG, എന്റെ യഥാർത്ഥ ബന്ധുക്കളുടെ ഫോട്ടോ ഇവിടെ വെക്കാവോ എന്ന്. കാരണം അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ ഒട്ടിച്ചു വെച്ച ഫോട്ടോ പോലെ ഉണ്ടെന്ന്. അതിന് അദ്ദേഹം ഒട്ടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സീൻ സ്റ്റാർട്ടായതും ഇദ്ദേഹം ദ്വാരകാനാഥ് 8ൽ 7 പ്രാവശ്യം ഫെയിലായി എന്ന് പറഞ്ഞു. ഇദ്ദേഹം ബ്രിജ്നാഥ് 9ൽ 8 പ്രാവശ്യം ഫെയിലായി. പിന്നെ ഇദ്ദേഹം മോഹൻലാൽ, ഇദ്ദേഹവും പല പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. ആ പടം റിലീസ് ടൈമിൽ എത്തുമ്പോൾ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ, ഞാൻ എൻ്റെ ബന്ധുക്കളെയൊക്കെ അപമാനിക്കുകയാണല്ലോ. എന്താ ചെയ്യാ, ഞാൻ എല്ലാവർക്കും ഒരു കത്ത് എഴുതി, ചെറിയച്ഛ എന്നോട് ക്ഷമിക്കൂ എന്ന്. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞു, സോറി, എന്നോട് ക്ഷമിക്കൂ. ആ പടം എപ്പോ റിലീസായി എന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് കത്ത് എഴുതി, താങ്ക് യു, നീ ഞങ്ങളെല്ലാം ഫേമസ് ആക്കി എന്നും പറഞ്ഞു. താങ്കൾ വിജയിച്ചതിന് ശേഷം, താങ്കൾ ഒരു സ്റ്റാർ ആയതിനു ശേഷം താങ്കളുടെ അച്ഛൻ താങ്കളുടെ സിനിമകളൊക്കെ കാണുമോ? അദ്ദേഹത്തിന് അത് ഇഷ്ടമാണോ? എന്റെ അച്ഛനായിരുന്നു എന്റെ ഏറ്റവും വലിയ ഫാൻ, വളരെ വലിയ ഫാൻ. എന്റെ അച്ഛൻ എന്റെ ഓടാത്ത പടങ്ങളെല്ലാം അനങ്ങാതെ ഇരുന്ന് കണ്ടിട്ട് ഈ പടങ്ങളൊക്കെ എത്ര നന്നായിട്ടുണ്ട്. ഫ്ലൈറ്റ് പോയില്ല, അദ്ദേഹത്തിന് ഫ്ലൈറ്റ് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹം ട്രെയിനിലാണ് യാത്ര ചെയ്യുക. ട്രെയിനിൽ പോകുമ്പോൾ അനുപം ഖേർ എന്റെ മകനാണെന്ന് അഭിമാനത്തോടെ അദ്ദേഹം പറയും. അതുകൊണ്ട് ട്രെയിനിൽ എന്തിനാ അച്ഛാ പോകുന്നത്? ജനങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്. അച്ഛൻ എനിക്ക് അർദ്ധരാത്രി 2:30 മണിക്കൊക്കെ വിളിക്കും. വീട്ടിലെല്ലാം എന്നെ ബിട്ടു എന്നാണ് വിളിക്കാറ്. ഹലോ ബിട്ടു, എന്റെ കൂടെ മൽഹോത്ര സാർ ഇരിക്കുന്നുണ്ട്, എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, നീ സംസാരിക്കേ. എന്തോ ഇപ്പൊ സംസാരിക്കണമെന്നോ? പറയൂ. ആരാ സംസാരിക്കുന്നത്? ഞാൻ അനുപം ഖേറാണ് സംസാരിക്കുന്നത്. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഡയലോഗ് പറ. രാത്രി 1:30 മണിക്ക്. राणा विश्व प्रताप सिंह, डॉक्टर डैंग डॉक्टर डैंग को आज पहली बार किसी ने थप्पड़ मारा है. इस थप्पड़ की गूंज सुनी तूने? अब जब तक तुम जिंदा रहोगे इस गूंज की गूंज तुम्हें सुनाई देगी. ഓക്കെ, നിങ്ങൾ അനുപം സാർ തന്നെ ഞാൻ കണ്ടുപിടിച്ചു, വെച്ചേക്കോ. എന്റെ അച്ഛന്റെ കയ്യിൽ ഒരു പഴയ പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി തുറന്നു നോക്കാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. അതായത് ഒരു ചെറിയ പെട്ടിയില്ലേ, പഴയ കാലത്തെ പെട്ടി. എന്റെ അമ്മ ചോദിക്കൂ, അല്ലല്ല, ഞാൻ ആരോടും പറയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം 10th ഫെബ്രുവരി 2012 ആ പെട്ടി എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോ എന്റെ അമ്മ പറഞ്ഞു, എനിക്കതിൽ എന്താ ഉള്ളതെന്ന് കണ്ടേ മതിയാവൂ എന്ന്. അപ്പൊ ഞങ്ങൾ ആ പെട്ടി തുറന്നപ്പോൾ ആ പെട്ടിക്കുള്ളിൽ എന്റെ എല്ലാ പ്രസ് കട്ടിങ്സ്,
പേപ്പറിൽ വന്നതും മാഗസീനിൽ വന്നതും എൻ്റെ കാർഡ്, ഞാൻ വാങ്ങിച്ച ചെറിയ ട്രോഫി, അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം മോശമായ റിവ്യൂ പോലും അണ്ടർലൈൻ ചെയ്തു വെച്ചിരിക്കുന്നു. അനുപം ഖേർ, ആ പേരുള്ളതെല്ലാം അദ്ദേഹം അണ്ടർലൈൻ ചെയ്തു വെച്ചിരുന്നു. എൻ്റെ അച്ഛന് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഇതാണ്. ഞാൻ എന്താ പറയാ. അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു? എൻ്റെ അച്ഛന് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരു വിചിത്ര രോഗം പിടിപെട്ടു. ഹി വാസ് സ്റ്റാർവ്ഡ് ടു ഡെത്ത്. വിശപ്പോടുകൂടി മരിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയുള്ള വികാരമാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, കഴിക്കുമ്പം അത് മണ്ണ് പോലെ അദ്ദേഹം ഫീൽ ചെയ്യും, കുടിക്കുന്ന വെള്ളം ആസിഡ് പോലെ തോന്നും. അങ്ങനെ സോ ഹി കുഡ് നോട്ട് ഈറ്റ്. അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയാൽ എടുത്ത് വലിച്ചെറിയും. വളരെ വീക്കായി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിക്കോളൂ എന്ന്. അദ്ദേഹത്തിന്റെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന്. അപ്പൊ ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയണമെന്നും തോന്നിയാൽ ഉടനെ വിളിക്കൂ എന്ന്. ഞാൻ ഡേവിഡ് ധവൻ സാറിന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി ഗോവയിലേക്ക് പോയിരുന്നു. അപ്പൊ ബ്രദർ വിളിച്ചു, എന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ ഫ്ലൈറ്റിൽ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കിടക്കായിരുന്നു, വളരെ വീക്കായിരുന്നു. ഇങ്ങനെ നെഞ്ചിൽ ഒരു കഷ്ണം കടലാസ് ഉണ്ടായിരുന്നു. ആ പേപ്പറിനൊപ്പം ഒരു പേനയും ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, വളരെ വീക്കായിരുന്നു. സോ അപ്പോൾ അദ്ദേഹം ആ പേപ്പറിൽ എന്തോ എഴുതാൻ തുടങ്ങി. എന്നെ ഒരു പ്രത്യേക സ്നേഹത്തോടുകൂടി നോക്കി. എന്നിട്ട് എന്തോ എഴുതാൻ തുടങ്ങി. 10-15 മിനിറ്റ് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം ആ പേപ്പർ എടുത്തോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എഴുതിയതിന് ഉത്തരം പറയൂ എന്ന പോലെ എന്നെ അദ്ദേഹം നോക്കി. ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. വെറും ലൈനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് ബലമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹം എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്താ ഉത്തരം പറയാ ഇപ്പോ? ഞാൻ വളരെ ജനറലായ ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അതെ, നീ പറയുന്നത് ശരിയാണ് മോനെ. പേടിക്കാൻ ഒന്നുമില്ല, എല്ലാം നന്നായി നടക്കും. അദ്ദേഹം ഒന്ന് പേടിച്ചു പോയി. അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ എൻ്റെ ചെവി കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വായയുടെ അരികിൽ വെച്ചപ്പോൾ ഒരു മനുഷ്യൻ, അടുത്ത 20 മിനിറ്റിനുള്ളിൽ പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 2 വാക്ക് എൻ്റെ ചെവിയിൽ, ലിവ് ലൈഫ്, ലിവ് ലൈഫ്. ഇതാണ് ഒരു മനുഷ്യൻ അടുത്ത 20 മിനിറ്റ് കൊണ്ട് മരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാക്ക് തന്റെ മകനോട്, മോനെ ലിവ് ലൈഫ്. ഇതിനേക്കാൾ നല്ലൊരു പാഠം ആരെന്നെ പഠിപ്പിക്കും? ഇതിനേക്കാൾ വലുതായിട്ടൊരു മകൻ എന്ത് ചെയ്യാൻ സാധിക്കും? സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ജീവിച്ച് കാണിക്കുന്നത്. താങ്കളുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ അച്ഛനെക്കുറിച്ച് ഓർത്ത് താങ്കൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട്. അച്ഛൻ പോകുന്നതിന് മുമ്പ് എന്തൊരു പാഠമാണ് പഠിപ്പിച്ചു പോയിരിക്കുന്നത്. ഞാൻ കരയാൻ കാരണം, അഫ്കോഴ്സ്, അച്ഛൻ മരിച്ചു പോയിരുന്നാലും അമ്മ മരിച്ചാലും ആര് മരിച്ചാലും സങ്കടം തന്നെ. ബട്ട് ഹി വാസ് എൻ ഓർഡിനറി മാൻ. ഹി വാസ് നോട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ എക്സ്ട്രോർഡിനറി ആയിരുന്നു. അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു, യോഗ ടീച്ചറായിരുന്നു, മഹാഭാരതം, രാമായണം ഇതിലൊക്കെ എക്സ്പെർട്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിരുന്നു. പക്ഷെ അദ്ദേഹം താങ്കൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ താങ്കൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിടത്തോളം താങ്കളെക്കാൾ നന്നായിട്ട് താങ്കളുടെ അമ്മ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ, ഒരു സ്റ്റാറാണ്. അവര് സ്റ്റാറാ, എന്നെക്കാളും വലിയ സ്റ്റാറാ. ഗുലാരി റോക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോന്ന് വെച്ചാൽ, അദ്ദേഹം മരിച്ചപ്പോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാരേജ് അത് 59 വർഷം ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച 59 വർഷം ഒന്നിച്ച് ജീവിച്ചു. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാ, ഒരാൾക്ക് മറ്റൊരാൾ നഷ്ടമായ ഭാര്യയോ ഭർത്താവോ, അതൊന്ന് ഭർത്താവിനെയോ ഭാര്യയെയോ നഷ്ടമാകുന്നതല്ല, ഒരു ഫ്രണ്ടിനെയോ ഒരു പാർട്ട്ണറെയോ ഒരു അറ്റാച്ച്മെന്റാണ് നഷ്ടമാകുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇതിനു ശേഷം എൻ്റെ അച്ഛനില്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെയാണ്. ഒരിക്കലും ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അതിനവര് പറഞ്ഞു, വായി തോന്നിയ പറയില്ല, ഒറ്റ അടി വെച്ചേരുമെന്ന്. ജനങ്ങൾക്കത് വളരെ ഇഷ്ടമായി. അനുപം ഖേറിനെ അടിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. അത് പോപ്പുലർ ആകാൻ തുടങ്ങി. കാരണം ജനങ്ങൾ അതിൽ സ്വന്തം അമ്മയെയാണ് ആ വീഡിയോയിൽ കണ്ടത്. പക്ഷെ ഇപ്പോൾ അവർ പറയും, ഞാൻ അമ്പലത്തിലേക്ക് പോയാലോ പച്ചക്കറി മേടിക്കാൻ പോയാലോ മാസ്ക് ധരിച്ചിരുന്നാലും എന്നെ അവർ കണ്ടുപിടിക്കുന്നു. നീ എന്താ ചെയ്ത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന്, എന്തോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അതുകൊണ്ട് 1%, 2% ജനങ്ങളിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് അച്ഛനും അമ്മയും വീട്ടിലുള്ള ഒരു ഫേർണിച്ചർ പോലെയല്ല. ഇപ്പോ അമ്മയെ വെച്ചാണ് റീൽസ് ചെയ്യുന്നത്. അതെ, എല്ലാവരും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും അമ്മയെ വെച്ചാ റീൽസ് ചെയ്യുന്നത്.
ഇത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ കൊടുക്കേണ്ട 5 പൈസ താങ്കൾ കൊടുക്കാതെ എടുത്തെന്ന് കേട്ടു. അത് പിന്നെ നിങ്ങൾ ഇതൊക്കെ എവിടുന്ന് റിസർച്ച് ചെയ്തെടുക്കുക? ആ അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? സാരമില്ല, പറയൂ. അതായത് ഒരിക്കൽ എൻ്റെ സ്കൂളിൽ ഒരു മുതിർന്ന മനുഷ്യൻ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാവ്, പരിപ്പ്, അരി ഇങ്ങനെ എന്തെങ്കിലും എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എനിക്ക് 5 പൈസ തന്നിരുന്നു. പിന്നെ ഞാൻ സ്കൂളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ആ മുതിർന്ന മനുഷ്യന് ഒന്നും നൽകിയിരുന്നില്ല. ടീച്ചറും ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ 5 പൈസ എന്തിനു കൊടുക്കണമെന്ന്. അതുകൊണ്ട് 5 പൈസ ഞാൻ തന്നെ കയ്യിൽ പിടിച്ചു. 5 പൈസ എന്നും 2 പൈസക്ക് മിഠായി മേടിച്ചു. 3 പൈസയുടെ കോയിൻ ബാഗിൽ ഇട്ടു വെച്ചു. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ 3 പൈസ കോയിൻ ബാഗിലുള്ള കാര്യം ഞാൻ മറന്നു. ബ്രബ്ബർ അന്വേഷിക്കായിരുന്നു. അമ്മ അപ്പോൾ ബാഗ് എടുത്ത് കുടഞ്ഞപ്പോൾ 3 പൈസ കോയിൻ താഴെ വീണു. അമ്മ ചോദിച്ചു, ഇതെവിടുന്ന് വന്നു എന്ന്. ഞാനും ഇതെവിടുന്ന് വന്നു, ഇതെങ്ങനെ വന്നു? കള്ളം പറയില്ലേ, സത്യം പറ. ഞാൻ പിന്നെ പറഞ്ഞു, അതാ മുതിർന്ന മനുഷ്യന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ആരും ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഞാനും കൊടുത്തില്ല. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഞങ്ങളുടെ വീട്ടിന്റെ കോമ്പൗണ്ടിന് പുറത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു. അത് ദേഹത്ത് തേച്ചാൽ പൊള്ളുന്ന എഫക്റ്റാ. അത് തേച്ചിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. ബട്ട് ദാറ്റ് വാസ് വൺ ലെസൺ. ആ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളം കുറച്ച് പറഞ്ഞു. കാരണം അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകും, മറക്കില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണോ ഉള്ളത്, ഇതിനു മുൻപുള്ളതുപോലെ? ഇല്ല. ഇപ്പോഴൊക്കെ എനിക്ക് ദിവസം 8 മണിക്ക് ഫോൺ ചെയ്യും. നീ നന്നായിരിക്കുന്നു അല്ലേ? അതെ, നന്നായിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു കാണും. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു. നന്നായിരിക്കുന്നു എന്ന് എന്തെന്ന് പറയുന്നു? ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു എന്ന് പറ. ഇന്നും രാവിലെ 8 മണിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആപ്കി അദാലത്തിലേക്ക് പോകുന്നു. അവർക്ക് വളരെ സന്തോഷമായി. ഞാൻ വിജയം നോക്കി പോവാണ്, അതുകൊണ്ടാണ് അവർ വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. സീരിയസ്ലി, നിങ്ങളുടെ ഷോ വിജയത്തിന്റെ അളവുകോലാണ്. ഞാൻ 15 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഷോയിലേക്ക് വന്നു. ആ 15 വർഷം ഞാനൊന്നും ചെയ്തില്ലെന്നാണ് അവർ വിചാരിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയാണ് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുക. ഇപ്പോ താങ്കൾ താങ്കളുടെ അമ്മയെ പറ്റി പറഞ്ഞതുപോലെ സത്യത്തിൽ ഞാനും ഭാഗ്യശാലി തന്നെയാണ്. ഈ രാജ്യത്തുള്ള അമ്മമാരും മുത്തശ്ശിമാരും എല്ലാവരും ശരി, മുതിർന്നവരായ ആ ജനറേഷനിലുള്ള വ്യക്തികൾ അവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദാലത്ത് ഇത്രത്തോളം വലിയൊരു ഷോയായി മാറാൻ അവരാണ് പ്രധാന കാരണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. ഓഫ് കോഴ്സ്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴൊക്കെ സാറിന്റെ ബോഡി ബിൽഡിംഗ് വീഡിയോസ് വൈറലായി പോയിക്കൊണ്ടിരിക്കുക. 70 വയസ്സിൽ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ ബോഡി ബിൽഡ് ആവുന്നുണ്ടോ അതോ വെറും വീഡിയോ ആണെന്ന്. അല്ലല്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഡ്രസ്സ് അഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, എപ്പോഴും എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കൂ, മുടിയെ കുറിച്ച് സംസാരിക്കൂ, പഴയ ഫോട്ടോയെ കുറിച്ച് സംസാരിക്കും. ആരെങ്കിലും എന്റെ ബോഡിയെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായത് ബോഡി ഓബ്വിയസ് ആയിട്ട് പറയണമെങ്കിൽ സൽമാൻ ഖാൻ സാറുണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊരു നല്ല ആക്ടറാണ്, നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു, യോഗ ചെയ്യുന്നു. ആപ്കി അദാലത്തിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ താങ്കൾക്ക് സ്വിമ്മിംഗ് പോലും അറിയില്ല. ലാസ്റ്റ് ഇയർ വിജയ് 69 എന്ന പേരുള്ള ഒരു പടം കിട്ടി. അതിൽ ഞാനൊരു ട്രയത്തലോണാണ്. ട്രയത്തലോൺ എന്ന് പറഞ്ഞാൽ ചില കിലോമീറ്ററോളം നീന്തണം, സൈക്ലിംഗ് ചെയ്യണം, പിന്നെ ഓടും വേണം. എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളം കണ്ടാൽ തന്നെ പേടിയാ. അപ്പം എനിക്ക് തോന്നി എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു പടം എങ്ങനെ അഭിനയിക്കാൻ പറ്റും. പിന്നെ 68 വയസ്സിൽ ഞാൻ നീന്താൻ പഠിച്ചു. ആ പടത്തിൽ നീന്തുന്ന സീൻ എത്രയുണ്ടോ അതൊക്കെ ഞാനാ ചെയ്ത്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും ചെയ്യാം. ഓഷോ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആചാര്യ രജനീഷ്. If you try, you risk failure. If you don't, you ensure it. അത് എപ്പോഴും ഓർമ്മിക്കണം. ഇപ്പോഴൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവരുടെ ബോഡി നന്നായിരിക്കണം, അവർക്ക് ഹോഴ്സ് റൈഡിങ് അറിഞ്ഞിരിക്കണം, പിന്നെ അഭിനയിക്കാനും അറിയണം. അതിനുവേണ്ടിയാണ് അവർ വരുന്നത്. ഒരു ദിവസം ഞാൻ എസ് ചോപ്രയുടെ വീട്ടിലിരിക്കുമ്പോൾ മാനേജറും സെക്രട്ടറിയും വന്നു. ചെറുക്കൻ റെഡിയാണെന്ന് പറഞ്ഞു. എങ്ങനെ റെഡിയാണെന്ന് ചോദിച്ചപ്പോൾ സൈക്ലിംഗ് ചെയ്തു, ഹോഴ്സ് റൈഡിങ് ചെയ്തു, ബോക്സിംഗും പഠിച്ചു. അപ്പൊ ആക്ടിംഗ് അതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. താങ്കൾ ചെയ്ത നല്ല കാര്യങ്ങളിലൊന്ന് താങ്കൾ ധാരാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്.
ഓരോ ദിവസവും മൊബൈലിലോ ടിവിയിലോ അല്ലെങ്കിൽ ഐപോഡിലോ ആരെന്ത് കണ്ടാലും അതിൽ തീർച്ചയായും അനുപം ഖേർ കാണും. ഏതെങ്കിലും ഒരു സിനിമ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ അമ്മ എന്റെ ജ്യേഷ്ഠത്തിയമ്മയോട് ചാലഞ്ച് ചെയ്യും, ഇന്ന് പടം വരുമോ വരില്ലയോ. എപ്പോഴും എന്റെ അമ്മയാ ജയിക്കാറ്. ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഏകദേശം 540 പടങ്ങളിൽ അഭിനയിച്ചു. എന്റെ കയ്യിൽ നിന്ന് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് ചിറ്റപ്പനായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, ആർക്കെങ്കിലും അമ്മാവനായിരിക്കും, പിന്നെ ആ ദില്ലില്ല ദിൽ, അത് എന്റെ ചെറിയച്ഛനാണ്. എന്റെ ചിറ്റപ്പൻ ഭയങ്കര പിഷ്കനാണ്. അതാ ദ്വാരകനാഥ് 7-8 പ്രാവശ്യം ഫെയിലായില്ലേ. എന്റെ ബന്ധുക്കളെ വെച്ചാണ് എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും കിട്ടിയത്. എന്റെ ചിറ്റപ്പനോട് ചോദിച്ചാൽ, ആരെങ്കിലും കാശ് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും, ഇല്ല ചോദിക്കില്ല, എന്നോട് കാശ് ചോദിക്കില്ല, വേണ്ട. ഞാൻ അദ്ദേഹത്തെ പോലെ മീശ വെച്ചു. പിന്നെ വേറൊന്ന് മകന്റെ ക്യാരക്ടർ, അതും എന്റെ ചിറ്റപ്പനാണ്. അതായത് എന്തൊക്കെ താങ്കളുടെ ചിറ്റപ്പൻ വളരെ ലേറ്റ് മാരേജ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതെ, സത്യം തന്നെയാ. എന്റെ ചെറിയച്ഛന് 45 വയസ്സാകുമ്പോൾ എന്റെ ചെറിയമ്മ സന്തോഷ്, അതായത് അവർക്ക് 20-22 വയസ്സേ പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്റെ ചെറിയച്ഛന്റെ ശീലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ദേഷ്യം വന്നാൽ അദ്ദേഹം കണ്ണടച്ചിരിക്കും. ചെറിയമ്മ ഭയങ്കര കുസൃതിയായിരുന്നു. അവർ അദ്ദേഹത്തിനൊപ്പം കളിക്കും, കുസൃതികളൊക്കെ കാണിക്കും. അദ്ദേഹം കാശ്മീരി ഭാഷയിൽ എന്തെങ്കിലും പറയുമ്പോൾ, ഇത് മോസ്റ്റ് ഫണിയസ്റ്റ് സൈറ്റ് ഓഫ് മൈ ലൈഫ്. ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹം കാശ്മീരിയിൽ ചീത്ത പറയുമ്പോൾ കണ്ണടച്ചു വെക്കും. അപ്പൊ എന്റെ ചെറിയമ്മ അവിടുന്ന് ഇവിടേക്ക് വരും. എങ്ങനെയെന്ന് വെച്ചാ, എന്റെ എല്ലാ കോമിക്കൽ ക്യാരക്ടേഴ്സും ഒന്നുകിൽ അത് വന്ന് എന്റെ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. എന്റെ സ്കൂൾ ടീച്ചർ ഒരാൾ ക്ലാസ്സിലേക്ക് വന്നതും പറയും, ആർക്കൊക്കെ ഓർമ്മയുണ്ടോ അവരിരുന്നോളൂ, ആർക്കൊക്കെ ഓർമ്മയില്ലയോ അവർ നിന്നോളൂ. ഓർമ്മയില്ലാതെ എണീറ്റ് നിന്നാൽ അവർക്ക് 4 അടി കിട്ടും. ഓർമ്മയില്ലാതെ ഇരുന്ന പോലെ അഭിനയിച്ചാൽ അവർക്ക് 8 അടി കിട്ടും. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എണീക്കും, 8 അടി ഞാൻ മാറി മേടിക്കും. ഞാൻ സ്കൂളിൽ എത്രമാത്രം അടി മേടിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ സർക്കാരിന് അറിഞ്ഞാൽ അവരെന്നെ ത്യാഗിന്ന് ഡിക്ലെയർ ചെയ്യും. ആക്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ, ആക്ടിങ്ങിനായുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അതായത് അവിടെ ഇരിക്കുന്ന ആൾ ഞാൻ എന്ത് സംസാരിച്ചാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു പടത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അദ്ദേഹത്തിന് നൽകുന്ന ട്രിബ്യൂട്ടാണെന്ന് നിങ്ങൾക്ക് കരുതാം. അനുപം സാർ, ഇതിൽ സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ എല്ലാ ഫെയിലിയറും താങ്കൾ ഒരു ബലമായിട്ട് മാറ്റിയിരിക്കുകയാണ്. താങ്കൾ എപ്പോഴൊക്കെ ഫെയിലായോ അതൊരു സക്സസ് സ്റ്റോറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് വലിയൊരു ബലമാണ്. ഞാൻ താങ്കൾക്ക് കോംപ്ലിമെന്റ് നൽകുകയാണ്. താങ്ക് യു വെരി മച്ച്.